കീബോർഡ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് VNMൽ ഒരു തിയറി മോഡൽ ചാപ്റ്ററാണ്. അതിലുള്ള പ്രോബ്ലംസ് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം എസ്സേ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതൊരു വട്ടം. അതാണെങ്കിൽ വലിയ പ്രയാസം ഇല്ല, ആ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെയാണ് കൊടുത്തത്. നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മീനും ഒരു ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് ഫ്രീക്വൻസി ഉള്ളത്, അപ്പം 1 2 3 4 5 ഇങ്ങനെ 5 പേരുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആൾ എത്ര ഉണ്ട്? 2 ആളുണ്ട്. ഇത് 3 ആളുണ്ട്. ഇത് 4 ആളുണ്ട്. ഇത് 3 ആൾ. ഇത് 2 ആൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് പറയുക, ഈ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളിങ്ങനെ നോക്കുക, ഈ ഫ്രീക്വൻസീസ് ഉണ്ടല്ലോ, ഇത് നമ്മളിവിടെ കൊടുക്കുക 1 2 3 4 5. ഇവിടെ ഈ ആൾക്കാരത് ഇവിടെ താഴെയും കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആക്കത്തിൽ 2 ആണല്ലേ, അത് ഇവിടെ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ആക്ക് 3 ആണ്, അത് ഇവിടെ മാർക്ക് ചെയ്തു. മൂന്നാമത്തെ ആക്ക് 4 ആണ്, അത് ഇവിടെ മാർക്ക് ചെയ്തു. നാലാമത്തെ ആക്ക് 3 ആണ്, അത് ഇവിടെ. അഞ്ചാമത്തെ ആക്ക് 2 ആണ്, അത് ഇവിടെ. അപ്പോൾ ഇങ്ങനെ പോകുമല്ലോ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായിട്ട്. അപ്പോൾ അത്ര ഡിസ്ട്രിബ്യൂഷനാണ് എന്ത് പറയുക, ഈ പറയുന്ന നമ്മുടെ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ എന്താണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ അതുകൊണ്ട് അത് അധികം എഡിറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. അപ്പോൾ എഡിറ്റ് ചെയ്താൽ നമുക്ക് ഒന്ന് ക്ലിയർ ആക്കി തരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്ന് എവിടെയാണ് പറഞ്ഞത് ഞാൻ, ഇത് മുതൽ ഇത് വരെ കേട്ടോ, അതൊന്ന് നോക്കിയിട്ടേ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നോട്ടിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ സ്ക്യൂനസ് എന്താണ്? സ്ക്യൂനസ് എന്ന് വെച്ചാൽ ഇസ് ദ സിമെട്രി ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇത് സിമെട്രിക്കലി സ്ക്യൂഡാണ്, ഇത് അസിമെട്രിക്കലാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ പോസിറ്റീവ് സ്ക്യൂനസ് എന്ന് വെച്ചാൽ ഈ മോഡ് ആയിരിക്കും കൂടുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. പിന്നെന്താണ്, ഇങ്ങോട്ടാണ് മോഡ് വരിക. നെഗറ്റീവ് സ്ക്യൂനസ് എന്ന് വെച്ചാൽ മോഡ് വടിയും മീൻ വടിയും മീഡിയനാണ് എപ്പോഴും നടുവിൽ വരിക. അതായത് മീഡിയൻ എപ്പുറത്തേക്ക് വരികയാണെങ്കിൽ, അത് ആണ് മോഡ് വരികയാണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. മോഡ് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ, മീഡിയൻ്റെ വലത്തെ സൈഡിലേക്ക്, നമ്മുടെ പെർസ്പെക്റ്റീവിലെ വലത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡാണ്. ഇഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ്, ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി വിൽ ഓൾസോ ബി അസിമെട്രിക്. ദെൻ ദർ ആർ 2 പോസിബിലിറ്റീസ്. ഈ 2 പോസിബിലിറ്റീസ് ഉള്ളത്. ഇനി സ്ക്യൂനസ് മെഷർ ചെയ്യലാണ്. അപ്പോൾ ഇതിൽ ഇതിൽ ആ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആവുകയാണെന്ന കേസ് എന്താണെന്നുള്ളത് നോക്കുക, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവേണ്ട കേസ് നോക്കുക എന്നുള്ളതാണ്. അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി സ്ക്യൂനസിന് മെഷർ ചെയ്യാൻ പല രീതികളുണ്ട്. ഓക്കെ, ഇനി മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ആണ്. സ്ക്യൂനസ് നമുക്ക് പലതരത്തിൽ മെഷർ ചെയ്യാം. മെഷർ ഓഫ് സ്ക്യൂനസ് മേ ബി ഐദർ ആബ്സല്യൂട്ട് ഓർ റിലേറ്റീവ്. Measure of skewness is equal to mean minus mode, or if mean is greater than mode, skewness will be positive. If mean is less than mode, then skewness will be negative എന്നുള്ളതാണ്. മീൻ മോഡിനെക്കാട്ടി കൂടുകയാണെങ്കിൽ അതെന്താണ് മീൻ. ഇഫ് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, അപ്പോൾ മോഡല്ലേ, അപ്പോൾ മീൻ ഇവിടേക്കാണ് ഉണ്ടാവുക, അതായിരിക്കും ഗ്രേറ്റർ. മീൻ മോഡിനെക്കാട്ടും വർദ്ധിക്കുകയാണെങ്കിൽ ദ മെഷർ വിൽ ബി പോസിറ്റീവ്. മീൻ മോഡിനെക്കാട്ടും ചെറുതാണെങ്കിൽ മെഷർ വിൽ ബി നെഗറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ കാൾ പിയേഴ്സൺസ്, അപ്പോൾ പലതരത്തിലുള്ള മെഷർമെൻ്റ് ഉണ്ട് സ്ക്യൂനസ്. അപ്പോൾ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് കാണണമെങ്കിൽ SK എന്നാണ് സ്ക്യൂനസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക. മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അല്ലെങ്കിൽ 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ്. ബൗളിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്, അത് ക്വാർട്ടൈൽ ഡീവിയേഷൻസ് വെച്ചാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ക്വാർട്ടൈൽസ് വെച്ചിട്ട്. അപ്പോൾ Q3 + Q1 - 2 മീഡിയൻ ഡിവൈഡ് ബൈ Q3 - Q1 ആണ്. ഇനി കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് ഉണ്ട്, അതിൽ പേഴ്സൻറ്റൈൽസ് നമ്മൾ എടുക്കുക 100-ൽ. അപ്പോൾ P90 + P10 - 2 മീഡിയൻ ഡിവൈഡ് ബൈ P90 - P10 ആണ്. അത് ഡെസൈൽസ് വെച്ചിട്ടെടുക്കാം. D9 + D1 - 2 മീഡിയൻ ഡിവൈഡ് ബൈ D9 - D1. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ് വരുന്നുണ്ട്. അത് മ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ച് ഇങ്ങനെയാണ് ആ വാല്യൂ. മ്യൂ അതും ഗ്രീക്ക് ലെറ്ററാണ്. അപ്പോൾ μ3 ഡിവൈഡ് ബൈ √μ2 ക്യൂബാണ്. ഓക്കെ, അതാണ് സ്ക്യൂനസ്. അപ്പോൾ അത് വെച്ചിട്ട് കാണാന്നുള്ളതാണ്. അപ്പോൾ മൊമെൻറ്റ്സ് ആണ് മ്യൂ എന്ന് വെച്ചാൽ. അപ്പോൾ അത് തേർഡ് മൊമെൻ്റ് ആണ്, തേർഡ് സെൻട്രൽ മൊമെൻ്റ് ആണ് μ3. അതൊരു മീഡിയൻ പോലത്തെ ഒരു സംഗതിയാണ്. അത് ഒക്കെ നമുക്ക്
പ്രോബ്ലത്തിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത്, നോക്കി വെക്കുക. ഇനി മൊമെൻറ്റ്സ് കാണാൻ, ഈ മ്യൂ കാണാൻ എന്താണ് അത് വരുന്നത്, സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ റേസ് ടു ആർ ആണ്. ഓക്കെ, മ്യൂ ആർ അങ്ങനെ കാണാം. ഈ ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് മ്യൂ 1ഉം മ്യൂ 2 ഒക്കെ. അപ്പോൾ മ്യൂ 1 എന്ന് വെച്ചാൽ എന്താണ് 0 ആണ് വരിക ചിലപ്പം. പിന്നെന്താണ് മ്യൂ 2 ഇവിടെ റേസ് ടു 2 വരും, മ്യൂ 3 ഇവിടെ റേസ് ടു 3 വരും, മ്യൂ 4 ഇവിടെ റേസ് ടു 4 വരും എന്നുള്ളതാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഇവിടെ എഫ്, ഇപ്പോൾ ഈ ഇക്വേഷനുകളിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ ഒരു എഫ് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് മ്യൂ കാണാൻ, സെൻട്രൽ മൊമെൻറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. മ്യൂ മീൻസ് അതൊരു ഗ്രീക്ക് ലെറ്ററാണ്. അപ്പോൾ ഈ സെൻട്രൽ മൊമെൻറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്താണ് അപ്ലൈ ദ ബീറ്റ മെഷർ ഓഫ് സ്ക്യൂനെസ്. അപ്പോൾ സ്ക്യൂനെസിൻ്റെ ബീറ്റ മെഷേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ വാല്യൂസ് ഇത് എഴുതുക, ഇത് ടോട്ടൽ ചെയ്യുക. എത്ര നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 എണ്ണം വരുന്നുണ്ട്. 30 ഡിവൈഡ് ബൈ 5 അത് 6 ആണ് വരുന്നത്. അപ്പോൾ 6 ആണ് നമ്മുടെ മീൻ. അപ്പോൾ ഈ ഓരോ ഐറ്റത്തിൽ നിന്നും എന്ത് ചെയ്യുക, ആ മീൻ കുറയ്ക്കുക, ഓരോ ഐറ്റത്തിൽ നിന്നും മീൻ കുറയ്ക്കുക. അപ്പോൾ 2ൽ നിന്ന് 6 കുറച്ചാൽ -4, 6ൽ നിന്ന് 6 കുറച്ചാൽ 0, 8ൽ നിന്ന് 6 കുറച്ചാൽ 2, 4ൽ നിന്ന് 6 കുറച്ചാൽ -2, 10ൽ നിന്നും 6 കുറച്ചാൽ 4. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിനൊക്കെ സ്ക്വയർ ചെയ്യുക, അതിനൊക്കെ ക്യൂബ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മ്യൂ 2ഉം മ്യൂ 3ഉം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂ ഇത് കിട്ടി. പിന്നെന്താണ് മ്യൂ 1 കിട്ടുന്ന എന്താണ്, അത് 0 ആണ് എപ്പോഴും വരിക കേട്ടോ. മ്യൂ 1 എപ്പോഴും 0 ആണ് വരിക. പിന്നെ മ്യൂ 2 ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇവിടെ ഇതിൻ്റെ വാല്യൂ 40 ആണല്ലോ. സിഗ്മ എക്സ് മൈനസ് മീൻ ഓഫ് എക്സ് റേസ് ടു 2 ഡിവൈഡ് ബൈ എൻ ആണ്. നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 40 ഡിവൈഡ് ബൈ എൻ എത്രയാണ്, 5 ഐറ്റംസ് അല്ലേ, 5 8 ആണ് വരുന്നത്. പിന്നെ വരുന്നത് മ്യൂ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ അത് 0 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെയും 0. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എൻ ഡിവൈഡ് ചെയ്താലാണ് മ്യൂ 1 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് 0 ആണ്. ഇതിൻ്റെ ടോട്ടലും എന്താണ് ഇതിൻ്റെ എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണല്ലേ, അതുമായി ഡിവൈഡ് ചെയ്താലാണ് മ്യൂ 2 കിട്ടുന്നത്. ഇതിൻ്റെ ടോട്ടൽ അത് 0 ആണ് വരുന്നത്. അത് 5 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുന്നത്, 0 കിട്ടുന്നത്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. മ്യൂ 3 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് മ്യൂ 2 ക്യൂബ്, 0 ഡിവൈഡ് ബൈ 8 ക്യൂബ്, റൂട്ട് ഓഫ് 8 ക്യൂബ്, അത് 0 ആണ് വരുന്നത്. സിൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ് ഈ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് എന്ന് പറഞ്ഞോളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി ഇല്ലല്ലോ, അപ്പോൾ അത് സ്ക്യൂഡ് അല്ല. അത് ഫ്രീക്വൻസി ഒന്നും എല്ലാം ഒന്നല്ല വരുന്നത്. അപ്പോൾ ദർ ഇസ് നോ സ്ക്യൂനെസ് ഇന് അല്ല, ഇതൊരു ഇൻഡിവിജ്വൽ സീരീസ് അല്ല, അതുകൊണ്ട് സ്ക്യൂനെസ് അതിന് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇഫ് ദ കാൾ പിയേഴ്സൺ സ്ക്യൂനെസ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഫ് കാൾ പിയേഴ്സൺ സ്ക്യൂനെസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഇസ് 0.42, മീൻ 86, മീഡിയൻ 80, ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മീന് കൊടുത്തിട്ടുണ്ട്, സ്ക്യൂനെസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മീനുണ്ട്, മീഡിയൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ടത്. സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. 3 ഇൻറ്റു മീൻ എത്രയാണ്, 86, മീഡിയൻ എത്രയാണ്, 80. അപ്പോൾ 3 ഇൻറ്റു 86 മൈനസ് 80 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എത്ര ക്വസ്റ്റ്യനിൽ സ്ക്യൂനെസ് കൊടുത്തത് 0.42. അപ്പോൾ ഈ 42 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങോട്ട് കൊടുക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മൈനസ് ചെയ്താൽ 18 കിട്ടുന്നത്. ഈ സ്ക്യൂനെസിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇടുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഇടുക, അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ 18 ഡിവൈഡ് ബൈ 0.42 ഓക്കെ ഇസ് ഈക്വൽ ടു 42.857, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നത്. ഇനി അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടണമെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 42, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ആണ് ഇൻറ്റു 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടിയിരിക്കുന്നത് നമുക്ക്, 42.857 ആണ്. ഡിവൈഡ് ബൈ മീൻ എത്രയാണ്, 86 ഇൻറ്റു എത്രയാണ്, 100. അങ്ങനെ ചെയ്താൽ നമുക്കതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ മീനും മീഡിയനും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കിട്ടാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ
എവിടെയാണ് കണ്ടത്? ഇതാ ഇവിടെ കണ്ടിട്ടുണ്ട്, നോക്കുക നിങ്ങൾ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. മീൻ തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, ഈ സ്ക്യൂനെസ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടാലേ കോവിഷൻ്റെ വേരിയേഷൻ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ അത് വെച്ചിരുന്നാണ് ആദ്യം ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക. എന്നിട്ട് എന്ത് കാണുക? നമ്മുടെ ഈ പറയുന്ന കോവിഷൻ്റ് ഓഫ് വേരിയേഷൻ കാണുക എന്നുള്ളതാണ്. പിന്നീട് ഫൈൻഡ് കാൾ പിയേഴ്സൺസ് കോവിഷൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദ ഫോളോയിങ്. ഇത് വെച്ചിരുന്നാണ് കാൾ പിയേഴ്സൻ്റെ കോവിഷൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെയൊക്കെ എന്താണ് മിഡ് വാല്യൂ എഴുതിക്കുക. 10ൻ്റെ 20ൻ്റെ എത്രയാണ്? 15. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ക്ലാസ് ഇൻ്റർവെൽസ്, അതിവിടെ എഴുതിയിട്ടില്ല. അത് ശരിക്കും ഇവിടെ എഴുതണം എന്നുള്ളതാണ്. ഇത് ഓരോന്നായിട്ട് 10/20, 20/30, 30 40, 40 50, 50 60, അതങ്ങനെ ഇവിടെ ഓരോന്നായിട്ട് എഴുതണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് മിഡ് വാല്യൂ എഴുതേണ്ടത്. എന്നിട്ട് ഫ്രീക്വൻസി എഴുതുക. ഈ മിഡ് വാല്യൂ എന്താണ്? നമ്മളൊരു അസ്യൂംഡ് മീൻ എടുക്കുന്നു 35. അത് വെച്ച് എന്താണ് ഈ ഡി ഡാഷ് കാണുന്നു. ഡി ഡാഷ് വേണം കേട്ടോ. അപ്പോൾ എന്താണ് എക്സിൽ നിന്ന് അതെ, നമ്മൾ എക്സിൽ നിന്ന് എ മൈനസ് ചെയ്യുന്നു. എന്ന് ക്ലാസ് ഇൻ്റർവെല് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ക്ലാസ് ഇൻ്റർവെല് 10 വരുന്നത്. എക്സ് ഇപ്പോൾ 15 15 35 കുറയ്ക്കുന്നു. അപ്പോൾ എത്രയാണ്? 20 -20. അപ്പോൾ അതിനെ 10 കൊണ്ട് ക്ലാസ് ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2. അങ്ങനെ ഓരോന്നും ചെയ്യുന്നു. 25ൽ നിന്നും 35 മൈനസ് ചെയ്യുന്നു, -10. അതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? -1. അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. ഇതിൻ്റെ സ്ക്വയറുകൾ നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതിൻ്റെ സ്ക്വയറുകളും ഈ ഫ്രീക്വൻസികളും നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നു. ഇതിൻ്റെ ടോട്ടൽ എഴുതുന്നു. ഇതിൻ്റെ എന്താണ് നമ്മൾ ടോട്ടൽ എഴുതി വെക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീന് നമ്മളെടുത്ത് എഴുതുന്നു. മീന് കിട്ടണമെങ്കിൽ എന്താണ്? A പ്ലസ് എന്താണ് സിഗ്മ FD ഡിവൈഡ് ബൈ അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് പ്രകാരം ഇൻറ്റു എന്താണ് സി എഴുതുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെന്താണ് ക്ലാസ് ഇൻ്റർവെല്ലാണ് സി എന്ന് വെച്ചാൽ ഇതെന്താണ് 14, N എത്രയാണ്? 100, A എത്രയാണ്? 35. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 35 മൈനസ് 1.4 33.6 വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മളെന്താണ് സി ഇൻറ്റു ഈ പറയുന്ന സിഗ്മ FD സ്ക്വയർ ഡിവൈഡ് ബൈ N മൈനസ് സിഗ്മ FD ഡിവൈഡ് ബൈ N ഹോൾ സ്ക്വയർ. അപ്പോൾ 10നെ ഇതാദ്യം ചെയ്യാം. 154 ഡിവൈഡ് ബൈ 100 1.54 മൈനസ് 14 ഡിവൈഡ് ബൈ 100 അതിനെന്താണ് സ്ക്വയർ ചെയ്യുന്നത് 0.0196 മൈനസ് ചെയ്യുക, സ്ക്വയർ റൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് 10ൽ നിന്ന് 10 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ റൂട്ടും കൂടി കണ്ടിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടി? നമുക്ക് 12.33 എന്ത് കിട്ടുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്താണ് മീഡിയൻ കാണുന്നത്. മീഡിയൻ കാണണമെങ്കിൽ നമ്മൾ എന്താണ് n/2 ഐറ്റം കാണുക. അപ്പോൾ ഇത് ടോട്ടൽ N 100. അപ്പോൾ ആദ്യം ക്ലാസ് ബൗണ്ടറീസ് ചെയ്താൽ ഫ്രീക്വൻസി ചെയ്താൽ n/2 50. 50 ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ചെയ്താൽ 18 ആഡ് ചെയ്യുക, 38 ആഡ് ചെയ്യുക, 68 ആഡ് ചെയ്യുക, 90 ആഡ് ചെയ്യുക, 100. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 50 n/2. അപ്പോൾ ഇവിടെയാണ് വരിക. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് CF അല്ലേ, CF ആണ്. CF അതിന് തൊട്ട് മുകളിലാണ്. L 30 വരുന്നത്, N 100 വരുന്നത്. പിന്നെ ഇവിടെ F അല്ല CF ആണ്. F എത്രയാണ് വരുന്നത്? F 30 വരുന്നത്. അത് വെച്ചിട്ട് L എത്രയാണ്? L വരുന്നത് 30. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്താണ്, അതാണ് വേഗം പറഞ്ഞു പോകുന്നത്. നമ്മുടെ സ്റ്റാറ്റിയിൽ മീഡിയൻ മോഡിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് മീഡിയൻ കാണാമെന്നുള്ളത്. അതുകൊണ്ടാണ് വേഗം നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, മീനും അസ്യൂംഡ് മീനും സ്റ്റെപ്പ് ഡീവിയേഷനൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ 30 അതിൻ്റെ കൂടെ എന്താണ് എത്രയാണ് നമ്മുടെ N വരുന്നത്? n/2 എത്രയാണ് വരുന്നത്? അത് 50. n/2 50. മൈനസ് CF എത്രയാണ്? അത് 38. ഡിവൈഡ് ബൈ നമ്മുടെ F എത്രയാണ്? 30. ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? അത് 10. മൈനസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 30ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം 4 34 കിട്ടി. മീഡിയനും കിട്ടി. അപ്പോൾ മീനും കിട്ടി, മീഡിയനും കിട്ടി. മീന് കിട്ടിയത് എത്രയാണ്? 33.6. മീഡിയൻ കിട്ടിയത് എത്രയാണ്? 34. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് കിട്ടിയത്? 12.33. ചോദിക്കുകയാണെങ്കിൽ എസ് ആയിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 3 ഇൻറ്റു 33.6 മീന് വരുന്നത്. മീഡിയൻ വരുന്നത് 34. പിന്നെന്താണ് 12.33 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മൈനസ് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -0.097
നമ്മുടെ ഈ സ്ക്യൂനെസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്യൂനെസ് പോലെ തന്നെ മറ്റൊരു ചെറിയൊരു സംഗതിയാണ് കർട്ടോസിസ്. തിയറി ആയിട്ടാണ് ഇതിനെ ചോദിക്കുക. എന്താണ് കർട്ടോസിസ് എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇതിങ്ങനെ കാണിക്കില്ല, അതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മളെന്താണ് അതിൻ്റെ ആ ഒരു പീക്ക്നെസ്, അതാണ് എന്ത് കർട്ടോസിസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇവിടെ കൊടുക്കുക കർട്ടോസിസ് റെഫേഴ്സ് ടു ദ പീക്കർനെസ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദ മെഷർ ഓഫ് കർട്ടോസിസ് ഈസ് ബീറ്റയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത് μ4 ഡിവൈഡ് ബൈ μ2 സ്ക്വയർ ആണെന്ന്, ഡിവൈഡ് ബൈ μ2 സ്ക്വയർ ആണ് ഈ β2 കർട്ടോസിസിൻ്റെ ഇക്വേഷൻ വരുന്നത്. 3 തരം കർട്ടോസിസ് ഉണ്ട്. ഒന്ന് ലെപ്റ്റോ കേർട്ടിക് ഉണ്ട്, മെസോ കേർട്ടിക് ഉണ്ട്, പ്ലാറ്റി കേർട്ടിക് ഉണ്ട്. ലെപ്റ്റോ കേർട്ടിക് 3-നെക്കാട്ടിയും കൂടുതലായിരിക്കും, മെസോ കേർട്ടിക് 3-ന് ഈക്വൽ ആയിരിക്കും, പ്ലാറ്റി കേർട്ടിക് 3-നെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പീക്ക് ആയത് എന്താണ്, ലെപ്റ്റോ കേർട്ടിക്കാണ്. ഏറ്റവും പീക്ക്നെസ് കൂടുതൽ, ഹൈറ്റ് കൂടുതൽ ഉണ്ടാവുക ലെപ്റ്റോ കേർട്ടിക്കിനാണ്. മെസോ കേർട്ടിക് കുറച്ച് മീഡിയത്തിലായിരിക്കും, പ്ലാറ്റി കേർട്ടിക് വളരെ ഫ്ലാറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അതിൻ്റെ സ്ക്യൂനെസ്സും കർട്ടോസിസും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സീരീസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ എക്സ് വാല്യൂ എഴുതുക, ഇതിൻ്റെ ഫ്രീക്വൻസീസ് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക f/x. അതിൻ്റെ ടോട്ടലും ഈ ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ എന്നും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടി. അത് മീൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡീവിയേഷൻസ് എടുത്ത് എഴുതുക. അതായത് ഇതിൽ നിന്ന് 25-ൽ നിന്ന് 51 കുറയ്ക്കുക, അതാണല്ലോ മീൻ. 26 ഇത് ഡയറക്റ്റ് മെത്തേഡാണ്, ഡയറക്റ്റ് മീൻ മെത്തേഡ്. പിന്നെ 45-ൽ നിന്ന് 51 കുറച്ചാൽ -6, 65-ൽ നിന്നും മീൻ 51 കുറച്ചാൽ 14, 85-ൽ നിന്നും 51 കുറച്ചാൽ 34. അപ്പോൾ എന്താണ് നമുക്ക് മീൻ ഇത് ഡീവിയേഷൻ കിട്ടി. ഈ ഡീവിയേഷനും അതുപോലെ എന്താണ് ഈ ഡീവിയേഷൻ്റെ സ്ക്വയറുകൾ കണ്ടിട്ട് ഡീവിയേഷൻ്റെ സ്ക്വയറുകൾ കാണണം നിങ്ങൾ ആദ്യം. അതിനൊരു ശരിക്കൊരു ഇക്വേഷൻ ഇവിടെ ഒരു ഇത് വേണം. -26-ൻ്റെ സ്ക്വയർ, -4-ൻ്റെ സ്ക്വയർ, -14-ൻ്റെ സ്ക്വയർ, 34-ൻ്റെ സ്ക്വയർ. അതിനെന്ത് വേണം, എഫുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഡയറക്റ്റായിട്ട് ഇതല്ല, നിങ്ങൾ വേറൊരു ശരിക്കും വേണ്ടിയിട്ട് ഒരു കോളം വരച്ചിട്ട് ഇതിൻ്റെയൊക്കെ സ്ക്വയറുകൾ ഇവിടെ എഴുതുക. അത് ആ സ്ക്വയറുകളായിട്ട് എന്ത് ചെയ്യുക, ഇത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെയൊക്കെ ക്യൂബുകൾ കാണുക. ഈ ക്യൂബുകളായിട്ട് എന്ത് ചെയ്യുക, ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനൊക്കെ raised-4 കാണുക. raised-4 അതായത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ഈ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതിൻ്റെയൊക്കെ ടോട്ടൽ നമ്മൾ താഴെ എഴുതുക. μ4 വരെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. എന്നിട്ട് മീനാണിത്. μ2 കിട്ടണമെങ്കിൽ എന്താണ്, ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ n ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്, 3, 2, 4, 0. n എത്രയാണ് വരുന്നത്, 10 ആണ്. 324 μ2 വരുന്നത്. μ3 ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ 10 ആണ്. അപ്പോൾ 1152 ആണ്. ഇതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ 10 ആണ് μ4 വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ എന്താണ് നമ്മുടെ സ്ക്യൂനെസ് കാണണമെങ്കിൽ μ3 ഡിവൈഡ് ബൈ √of μ2 ക്യൂബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പല ഇക്വേഷൻസ് കണ്ടിരുന്നത്. അപ്പോൾ μ3-യും μ2 ഉണ്ടെങ്കിൽ അത് വെച്ച് കാണാം. അപ്പോൾ μ3 എത്രയാണ്, ഇതാണ്. μ2 ഇതാണ്. അപ്പോൾ എന്താണ് μ2-ൻ്റെ ക്യൂബ്, അതിന് എന്താണ് √. ചെയ്യാം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമ്മുടെ സ്ക്യൂനെസ് കിട്ടി. ഇനി കർട്ടോസിസ് കിട്ടണത് എന്താണ്, μ4 എത്ര ഉള്ളത്, μ4 ഇതാണുള്ളത്. അതിനെ μ4 ഡിവൈഡഡ് ബൈ μ2-നെ സ്ക്വയർ ചെയ്യുക. μ2 ഇതാണുള്ളത്, അതിനെ സ്ക്വയർ ചെയ്തിട്ട് ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക μ4ആയിട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കർട്ടോസിസ് β2 കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ ചോദിക്കുള്ളൂ, എന്തെങ്കിലും ഒരു വാല്യൂസ് തരും. ഇക്വേഷൻസ് നമ്മളെന്താണ് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നമ്മുടെ ഇക്വേഷൻസ് മാതിരി അധികം എന്താണ്, ഇക്വേഷൻസ് മീൻസ് ഫസ്റ്റ് ചാപ്റ്ററായി. അതുപോലെ എന്താണ് വല്ലാതെ മൈൻഡ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻസ് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെടുക്കുക, ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ ഈ മീൻ മീഡിയൻ മോഡൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് ഇത് വേഗത്തിൽ പറഞ്ഞു പോയത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് BNM ടോട്ടലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി BNM ചാപ്റ്റർ നമ്മളെന്താണ് അവസാനിപ്പിക്കാൻ മീൻസ് അത് കഴിഞ്ഞു. ഇനി നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അങ്ങനത്തെ മറ്റ് കാര്യങ്ങൾ മാത്രമേ ഒന്ന് തീരാനായിട്ടുള്ളൂ. ഓക്കെ.